അതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായതാ. പിന്നെ എന്തിനാ ഏട്ടൻ അമ്മയോടൊപ്പം സച്ചി സാറിന്റെ വീട്ടിലേക്ക് പോയത്? ശ്യാമിനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. നാളെ കഴിഞ്ഞുള്ള സിറ്റിംഗില് ഡിവോഴ്സിന്റെ കാര്യത്തിൽ തീരുമാനമാവുമല്ലേ? ആവേണ്ടതാ. പക്ഷേ ഞാനത് തടയും. എങ്ങനെ? ഏട്ടത്തി ഡിവോഴ്സിൽ ഉറച്ചു നിൽക്കുമല്ലേ? അനുവിനോട് അതിന്ന് പിന്മാറാൻ ആവശ്യപ്പെടണമെന്ന് ഞാൻ അച്ഛനെ വിളിച്ചു പറയും. മാഷത് ചെയ്യോ? ഈ അവസാന നിമിഷം ഏട്ടത്തി അച്ഛൻ പറയുന്നത് കേട്ട് ഡിവോഴ്സിൽ നിന്ന് പിന്മാറുമോ? നോക്കാം സത്യ. ഒരവസാന പരീക്ഷണം നടത്തി നോക്കാം. ഹലോ. നമസ്കാരം മാഷേ. മാഷിപ്പോ എവിടെയാ? പഞ്ചരത്നത്തിലാണോ അതോ? എവിടെയായാലും എന്താ? സുശീല വിളിച്ച കാര്യം പറ. എനിക്ക് നാളെ ഒന്ന് നേരി കാണാൻ വേണ്ടിട്ടായിരുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ സൗകര്യമായനെ. ഇല്ല, ഞാൻ പഞ്ചരത്നത്തിലാ. കാലത്ത് ഇവിടെ നിന്ന് പോവും. സുശീലയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ ഫോണിൽ പറഞ്ഞാൽ മതി. മാഷിന് എന്നെ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫോണിൽ പറയാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മാഷേ, നിങ്ങളുടെ മകളോട് ഡിവോഴ്സിൽ നിന്നും പിന്മാറണമെന്ന് പറയാൻ പല ഭാഗത്തുനിന്നും സമ്മർദ്ദം ഉണ്ടാവും. ചിലപ്പോ നിങ്ങളുടെ മകൾ തന്നെ അവസാന നിമിഷം കേസിൽ നിന്ന് പിന്മാറാനും സാധ്യതയുണ്ട്. അങ്ങനെ അവള് ചെയ്താ അനന്ത മാഷ് അതിന് കൂട്ടുനിന്നാ അച്ഛനും മോളും കുടുംബത്തിൽ പറഞ്ഞവരല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. നീ ഞങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും പഠിക്കൽ കെട്ടിയ പട്ടി അതിന്റെ ജോലി ചെയ്യുന്നതാട്ടെ ഞാൻ കരുതൂ സുശീലേ. നിനക്ക് പറയാനുള്ളത് വലിച്ചു നീട്ടാതെ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. അല്ലെങ്കിലേ ഞാൻ ഫോൺ വെക്കും. ദേ, ഒറ്റ വാക്കി തന്നെ പറയാം മാഷേ. ഇന്ദ്രനെ ഞാൻ പുതിയ കല്യാണം തീരുമാനിച്ചു. പെണ്ണേ, സച്ചി സാറിന്റെ മകള് ഇന്ദു. ഇന്ദ്രന്റെ കാര്യത്തിൽ മാഷും അനുപമയൊന്ന് ശ്രദ്ധിക്കണം. ഇന്ദ്രനെ അനുപമയെന്ന് പിരിച്ച് അവനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കാൻ ആ സ്ത്രീയുടെ പ്ലാൻ. ഹലോ ഹലോ, എന്താ മാഷേ, കേട്ടിട്ട് വിശ്വാസം വന്നില്ലേ? അല്ല, ഇനിയും മാഷിന്റെ ഹൃദയമിടിപ്പങ്ങ് നിലച്ചു പോയോ? നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ എടുക്കുമെന്ന് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് നീ മറന്നുപോയോ സുശീലേ? ഇന്ദ്രന്റെയും അനുപമയുടെയും ഡിവോഴ്സ് നടക്കില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അത് ഉറപ്പായിട്ട് നടക്കും. പക്ഷേ ഇന്ദ്രന്റെയും ഇന്ദുവിന്റെയും കല്യാണം അത് നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അനന്തമാഷിനെ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സച്ചി സാറും കുടുംബവും എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്തെന്നെ രണ്ടു മനസ്സാ, അത് വേറൊന്നുമല്ല. അവസാന നിമിഷം നിങ്ങളും മകളും അവനെ തിരിച്ചു വിളിച്ചെങ്കിലോ എന്നൊരു പ്രതീക്ഷ. അതുകൊണ്ട് ഡിവോഴ്സ് ഉത്തരവ് വന്ന ശേഷം മാത്രം വാക്ക് തരാമെന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യം. ആദ്യ ഭാര്യയിൽ നിന്ന് നിയമപരമായി അകന്ന ശേഷം മറ്റൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നതാണല്ലോ മര്യാദ. എന്തായാലും ഇന്ദ്രന് വേണ്ടി നീ മറ്റൊരു പെണ്ണിനെ കൂടി ആലോചിച്ചു വച്ചോ സുശീലേ. സച്ചിയുടെ മോളെ എന്തായാലും അവൻ കല്യാണം കഴിക്കില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നേ? അതെ, ഞാനത് തീരുമാനിക്കുന്നത്. എന്നെ മറികടന്ന് നിനക്കത് നടത്തി കാണിക്കാമെങ്കിൽ കാണിക്കുന്നീ. അതിപ്പോ സച്ചിയുടെ മോളെന്നല്ല, അതുപോലെ എനിക്ക് ബന്ധമുള്ള ആരുടെ മകളെയും നിന്റെ മരുമകളായി നിന്റെ വീട്ടിലേക്ക് അയക്കാൻ ഈ അനന്ത മാഷ് സമ്മതിക്കില്ല. അതെന്റെ തീരുമാന. അങ്ങനെയാണെങ്കിലേ നമുക്കങ്ങ് അംഗം കുറിച്ചേക്കാം മാഷേ. നിങ്ങളെയും നിങ്ങളുടെ മകളെയും
ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിച്ച ശേഷം മാത്രമായിരിക്കും ഞാൻ ഇനി ഇന്ദന്റെ കല്യാണം നടത്തുന്നേ. നിങ്ങളുടെ മകളെ ഈ നാട്ടുകാർ വെറുക്കും, പുച്ഛിച്ച് തള്ളും. അതോടെ അച്ഛന്റെ മോളുടെ വാക്കിനും വിലയില്ലാതാവും. പിന്നെ നിങ്ങൾ എനിക്കെതിരെ എന്ത് ചെയ്യാനാ മാഷേ? അത് ചെയ്യുമ്പോ കാണാം സുശീലേ. നീ ഫോൺ വെക്കേ. അല്ല, ഛേ. നമ്മുടെ കുടുംബത്തിന് എന്തേലും ശാപമുണ്ടോ സച്ചി? പിള്ളേർക്കൊന്നും നല്ലൊരു ജീവിതം ഒത്തുവരാത്തെന്താ? മഹേഷിന് കല്യാണാകാൻ പോവുകയല്ലേ ചേച്ചി? അവനും ചേച്ചിക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു ബന്ധമല്ലേ കിട്ടാൻ പോകുന്നേ. അല്ല, അവന്റെ പെണ്ണിന്റെ അച്ഛൻ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫാമിലി ആയിരിക്കും. പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ലെങ്കിലും നമുക്ക് പെൺകുട്ടി നല്ലതായിരുന്നാ പോരെ. അവളെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നാ പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ അവളും. ചേച്ചിയുടെ മുഖത്ത് എന്താ ഒരു താല്പര്യക്കുറവ് പോലെ? വരുമ്പോ ഉണ്ടായിരുന്ന സന്തോഷമൊന്നും ഇപ്പൊ ചേച്ചിയുടെ മുഖത്ത് കാണാനില്ല. ഞാൻ എന്ത് പറയാനാ സച്ചി? അവന്റെ ഇഷ്ടത്തിന് ഞാനൊന്ന് നിന്നു കൊടുക്കുന്നതേ ഉള്ളൂ. ഒന്നും മനസ്സോടെയല്ല. ആ, നാളത്തെ പെണ്ണുകാണൽ ചടങ്ങിന് നിങ്ങളും കൂടി വരണമെങ്കിൽ ഞാൻ സന്തോഷം അഭിനയിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോ ചേച്ചിക്ക് ഈ ബന്ധം ഇഷ്ടമല്ലേ? മഹേഷിന്റെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണോ? എന്ന് ചോദിച്ചാ ഈ പെണ്ണിനെ ഫോണിൽ കണ്ടതല്ലാതെ അവളെ കുറിച്ച് വേറെ ഒരു അറിവുമില്ല എനിക്ക്. അതിനെന്താന്നേ, അവളെക്കുറിച്ചും അവളുടെ കുടുംബത്തെക്കുറിച്ചും അറിയാനാണല്ലോ നമ്മൾ നാളെ പോകുന്നേ. ചേച്ചി, നമുക്ക് നോക്കാം. അതെ ചേച്ചി, പെണ്ണ് കാണാനൊക്കെ കൊള്ളാം. അപ്പൊ ഫാമിലിയും തീരെ മോശാകാൻ വഴിയില്ല. ഇതൊക്കെ വെറും വേഷം കെട്ടും അഭിനയൊക്കെ ആണോന്നൊന്നും അറിയില്ലല്ലോ സാവിത്രി. ഫോണില് മേക്കപ്പ് ഇട്ട് നിൽക്കുന്ന പെണ്ണാവണോന്നില്ല പെണ്ണ് കാണാൻ ചെല്ലുമ്പോ നേരി കാണുന്നത്. അവളുടെ അച്ഛനും അമ്മയും നമ്മളുമായിട്ട് ഫോണിലെങ്കിലും ഒന്ന് സംസാരിച്ച സാരമില്ലായിരുന്നു. ഇതിപ്പോ പെണ്ണിന്റെ വാക്കു മാത്രം വിശ്വസിച്ചല്ലേ നമ്മൾ അവിടം വരെ പോവാൻ പോകുന്നു. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഇപ്പോഴത്തെ പിള്ളേരുടെ രീതിയൊക്കെ അങ്ങനെയാ.